കൊച്ചി കോർപ്പറേഷനിൽ ബി.ജെ.പി. നേതാവ് ശ്യാമള എസ് പ്രഭുവിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്താൻ യു.ഡി.എഫ് നീക്കം. ജില്ലാ നേതൃത്വം ശ്യാമളയുമായി ആശയവിനിമയം നടത്തുന്നു. ഇടഞ്ഞു നിൽക്കുന്ന ശ്യാമള എസ് പ്രഭുവുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമെന്ന് ബി.ജെ.പി. എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു 24 പറഞ്ഞു. അത് നമുക്ക് ആദ്യം ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ശ്യാമള ചേച്ചിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു മുതിർന്ന നേതാവാണ് അവർ. 6 വർഷക്കാലം കൊച്ചി കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ പ്രതിനിധിയായിരുന്നു. ഞങ്ങളുടെ ബി.ജെ.പിയുടെ മുഖമാണ്. ഞങ്ങളുടെ ഒരു കാരണവരുടെ സ്ഥാനത്താണ് ശ്യാമള ചേച്ചി. ഒരു കുടുംബത്തിലുണ്ടാവുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങളൊരു കാരണവരായിട്ടുള്ള ശ്യാമള ചേച്ചി ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പോയി കാണും. ജില്ലാ പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ കാണും, മറ്റ് നേതാക്കന്മാർ കാണുന്നുണ്ട്. അവർക്ക് ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കും. BDJS ആയിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല. BDJS ആയിട്ട് സംസ്ഥാന തലത്തിൽ സംസ്ഥാന ചെയർമാനും സംസ്ഥാന കൺവീനറും ബഹുമാനായിട്ടുള്ള രാജീവ് ജിയും തുഷാർജിയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നു. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നിതിൻ, വിശദാംശങ്ങൾ പറയും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നിർദ്ദേശപ്രകാരം BJP ജില്ലാ നേതാക്കളടക്കം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ശ്യാമള എസ് പ്രഭുവിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. അപ്പോഴും ചെർളായി ഡിവിഷനിൽ ശ്യാമള എസ് പ്രഭുവിന് സീറ്റ് നൽകിയില്ല. പകരം ഒരു പുതുമുഖത്തെയാണ് അവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരത്തുണ്ടാകുമെന്ന് ശ്യാമള എസ് പ്രഭു വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പിന്തുണ നേരത്തെ 2020 അടക്കം ശ്യാമള എസ് പ്രഭുവിനെ സ്ഥാനാർത്ഥിയായി സമീപിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ UDF-ന്റെ നേതാക്കളടക്കം ശ്യാമള എസ് പ്രഭുവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ജില്ലാ നേതാക്കളടക്കം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ശ്യാമള എസ് പ്രഭുവായി ആശയവിനിമയം നടത്തുന്നു. എന്തായാലും ഉടനെ തന്നെ അതിലൊരു അന്തിമ തീരുമാനം സ്വീകരിക്കും. UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരരംഗത്തുണ്ടാകുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 32 വർഷമായി തന്നെ പ്രതിപക്ഷ നിരയിലെ BJPയുടെ മുഖമായിരുന്നു ശ്യാമള എസ് പ്രഭു. കഴിഞ്ഞ തവണ 2020 അവർക്ക് സീറ്റ് നൽകിയിരുന്നില്ല. പക്ഷേ തനിക്കെതിരെ വിമത നീക്കം നടത്തിയ ആളെയാണ് പാർട്ടി ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയാക്കിയത്. അതിനുശേഷം പിന്നീട് പാർട്ടി തന്നെ തഴയുന്ന ഒരു സമീപനം സ്വീകരിച്ചെന്ന് ശ്യാമള എസ് പ്രഭു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മത്സരരംഗത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരരംഗത്ത് നിൽക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ ചെർളായി ഡിവിഷനെ ഒഴിവാക്കിയിരുന്നു. അങ്ങനെ ചെർളായി ഡിവിഷൻ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ല. അങ്ങനെയാണ് ഇപ്പോൾ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ശ്യാമള എസ് പ്രഭുവിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നത്. എന്തായാലും അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. വൈകാതെ തന്നെ പ്രചരണരംഗത്തേക്ക് ഇറങ്ങാനാണ് തീരുമാനം. മേഖലയിൽ ശ്യാമള എസ് പ്രഭുവിന് വലിയ ജനസ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടാവുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ UDF ക്യാമ്പുള്ളത്. നമുക്കറിയാം, നേരത്തെ ഒരു കോൺഗ്രസ് നേതാവിനെ BJPയിൽ എത്തിച്ച് അവർ സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻ കോൺഗ്രസ് നേതാവടക്കം ഉൾപ്പെടുത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസും ഇത്തരത്തിൽ മറുതന്ത്രം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ശ്യാമള എസ് പ്രഭു UDF സ്വന്തം സ്ഥാനാർത്ഥിയായി മട്ടാഞ്ചേരിയിലെ ചെർളായി ഡിവിഷനിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ പറ്റുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.